അതായത് മൈന, ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ചക്കയുടെ കേസും കുഴലപ്പത്തിന്റെ കേസും. അപ്പം ഈ നെയ്യപ്പത്തിന്റെ ചൂടാവണതും താഴേന്ന് തുടങ്ങുന്നതൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പൊ അത് കേക്ക്, അതിപ്പോ നമ്മളൊരു ഭാര്യയും ഭർത്താവാണെങ്കിൽ അത് ഭാര്യയും, പിന്നാളെ അശപ്പ ചേച്ചി ഞാൻ ചോദിച്ചിട്ട് സംശയം ഭർത്താവിനോട് ചോദിച്ചു ഇല്ലേ, ഭർത്താവ് ചേച്ചിയോട് പറഞ്ഞു തന്നു, ചേച്ചി അതിനോട് പറഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ അല്ലേ? അപ്പം ഭർത്താവ് ഭാര്യനോട് ചോദിക്കും, ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഇതൊക്കെ ഉള്ളതാണോ, ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയാണോ, ഇതൊക്കെ സംഭവം ഇങ്ങനെയാണോ, ഇത് ചെയ്യുമ്പോൾ ഇത്ര സുഖം ഉണ്ടാവോ, ഇത്ര വേദന ഉണ്ടാവോ, അത് ചോദിക്കും. പക്ഷെ ഈ കല്യാണം കഴിക്കാത്തപ്പോൾ പെണ്ണുങ്ങളും ആണുങ്ങളും ഇതൊക്കെ ആരോട് ചോദിക്കുമെന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാണും പെണ്ണും കല്യാണം കഴിക്കാത്ത പെണ്ണും ആണാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ആളുണ്ടാവും, അവർക്കടെ എന്താ പറയാ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പൊ എനിക്ക് ഭർത്താവില്ല, ഓക്കെ, എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭർത്താവില്ല, ഞാൻ സ്നേഹിക്കുന്ന പുരുഷനുണ്ടാവും, ചിലപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, മനസ്സിലായോ? മുത്തായത് ഇങ്ങനെയാണോ, എനിക്ക് ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ കാമുകരുണ്ടോ നമ്മൾ തുറന്നു അവരോട് ചോദിക്കത്തില്ലേ? അവളുമാരത് അവരോട് ചോദിക്കും, അങ്ങനെ അറിയും. ഇപ്പോൾ ഫുൾ വീഡിയോ പുറത്താണ്, ഇൻസ്റ്റ തുറന്ന് അങ്ങനെയുള്ള വരുന്നത്. എന്റെ പൊന്നുമോളെ, എന്റെ ഇൻസ്റ്റാഗ്രാം തുറന്ന് അതിലിരുന്ന് ആൾക്കാർ കമ്പി അടിക്കും. സത്യം, എന്റെ മോളെ ഇൻസ്റ്റ തുറന്ന കമ്പിയാവും. ഇൻസ്റ്റാഗ്രാമിൽ അത് പച്ചയ്ക്ക് കൊടുക്കാറുണ്ട്, ഓരോന്നും വർണ്ണിച്ച്. അതിൽ കമന്റ് കണ്ട ആണിന് വെള്ളം പോവും, പെണ്ണിനും പോവും. ആ മാതിരിയാണ് കമന്റുകൾ. സെക്സ് ചെയ്യണമെന്നില്ല, കമന്റ് വായിച്ചാൽ മതി. സത്യം, ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്ത ഇതായി അല്ല മൈന? അല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പൊ ഇക്ക ചോദിച്ച ചോദ്യം ഇപ്പൊ ഞാൻ ഇന്നാളെ ആശുപത്രിയോട് ചോദിച്ചു, ഇതിന് ലൈവിൽ ഒരാൾ ജുമാൻ മൈനയുടെ ജുമാൻ എന്തോ ചോദിച്ചപ്പം എന്താ പത വരുമെന്ന് എന്തോ ചോദിച്ചു. അപ്പൊ അത് എനിക്ക് മനസ്സിലായില്ല, ആശുപത്രിക്ക് മനസ്സിലായില്ല. ഞാൻ ആശുപത്രി ചേച്ചിയുടെ അടുത്ത് വിളിച്ച് വൈകുന്നേരം ചോദിച്ചു, ചേച്ചി ജുമാൻ പറഞ്ഞു ഇങ്ങനെ പത വരും, അതെന്താ സംഭവം? അല്ല ആശുപത്രി ചേച്ചി. അപ്പൊ ആശുപത്രി ചേച്ചി എന്തായിരിക്കും, ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. എനിക്കറിയില്ല പത, എനിക്ക് പറയുന്നത് ഈ പത എന്ന് പറഞ്ഞാൽ എന്താന്ന്. എന്നിട്ട് ഞാൻ ആശുപത്രി ചേച്ചിയോട് പക്ഷേ നമുക്ക് എന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു. അപ്പൊ ഭർത്താവിനോട് ചോദിച്ചു ആശുപത്രി ചേച്ചി. അപ്പൊ ഭർത്താവ് പറഞ്ഞു കൊടുത്തു, ഉണ്ടെന്ന് പറഞ്ഞു പത. അതെ അല്ലല്ല ഉണ്ടാവും ഉത്തര. അപ്പൊ ഞാൻ ചിലപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പറഞ്ഞു വരുന്നുണ്ടാവുക, പത ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ചിരിച്ചത് വിവിച്ചാനോടും ചോദിച്ചു. അങ്ങനെ ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ വിവിച്ചാനോടും ചോദിച്ചു ഒരു ദിവസം, വിവിയേട്ടാ ഈ മൈനയുടെ ജമാൻ നാളെ കമന്റ് ഇട്ടു, ഇപ്പൊ ഞാൻ ആശുപത്രിച്ച ഭർത്തമ്മനുണ്ട്. അപ്പൊ ഞാനത് ഒരു ദിവസം എന്നെ കഴിഞ്ഞ ദിവസം ഷഡോവിനോട് ചോദിച്ചേക്കാം, ഷഡോവിനറിയാം. ഷഡോ എന്താടാ പത? അപ്പൊ ഞാൻ ആശുപത്രി ചേച്ചിയോട് ചോദിച്ചു, ആശുപത്രി ഭർത്താവിനോട് ചോദിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു 2 ഉത്തരം, അങ്ങനെ ചെയ്താൽ പത വരും. അപ്പൊ നമുക്കറിയത്തില്ല. അപ്പൊ ഞാനത് വിവിച്ചാനോട് ചോദിച്ചു ഒരു സ്ഥലം വിളിച്ചപ്പം, വിവേട്ട് നമ്മുടെ ലൈവിൽ ചുമ്മാ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് പത വരുന്നുണ്ട്, അതെന്താ വിവിച്ചാട്ടാ, അതങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും വിച്ചി, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. സത്യത്തില് അങ്ങനെയല്ല, ചില പെണ്ണൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, നമ്മളിതോടെ എത്തി നോക്കിയിട്ടൊന്നുമില്ല, എനിക്കറിയില്ല. ഷാടാ ഇങ്ങോട്ട് വാ പ്ലീസ് കാം. എടാ ഇവിടെ എന്താടാ പത? എനിക്കറിയില്ല, ഇവിടെ മൈനൊക്കെ ചോദിക്കുന്നു. ഷാടാ അങ്ങനെ പത വരുവാടാ? എനിക്കറിയില്ല. ആശാപ്പ ചേച്ചിക്കും അറിയില്ലായിരുന്നു. ആശാപ്പ ചേച്ചി ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോ ചേച്ചി ഒന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കുന്നു. ബാത്ത് സോപ്പ് നല്ലടാ. എടാ അല്ല, അതായത് ഒരു എങ്ങനെ ചോദിക്കുക, ആണിന്റെ അടുത്ത് പത വരുന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ എങ്ങനെ പച്ചയ്ക്കത് പറയാം? ഞാൻ പറയും, എനിക്ക് കല്ല് കഴിയും, നാളെ യൂട്യൂബിൽ പോസ്റ്റ് തരും. അതായത് ഷഡോ, നമ്മളൊരു പെണ്ണിനെ ബന്ധപ്പെടും, ഓക്കെ, ഞാൻ എങ്ങനെ പച്ചയ്ക്ക് പറയാ, നമ്മൾ ബന്ധപ്പെടുമ്പം എനിക്കറിയത്തില്ലായിരുന്നു സംഭവം. എന്നോട് ആശുപത്രി ചേച്ചിയുടെ ഭർത്താവ് ആശുപത്രി പറഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അറിയണം. പിന്നെ ഞാൻ വിവിച്ചാട്ടം വിളിച്ചപ്പോൾ ചോദിച്ചു, നമുക്ക് ചോദിക്കണമല്ലോ ചോദ്യങ്ങൾ. അപ്പം എന്നോട് വിവിച്ചേട്ടനും ആശുപത്രിയുടെ ഭർത്താവൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു പെണ്ണ് ബന്ധപ്പെടുമ്പോൾ എനിക്കറിയില്ല. ആശുപത്രി ചേച്ചി ഒന്ന് പറയേച്ചി, എനിക്ക് നാണം വന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വരുന്നത്. എനിക്കറിയില്ല. ഒരുപാട് നേരം നെയ്യപ്പം കഴിക്കുമ്പോൾ പതഞ്ഞു വരും തോന്നുന്നുണ്ട് അല്ലേ ചേച്ചി? അങ്ങനെയല്ലേ? നമ്മൾ ഒരുപാട് നേരം നെയ്യപ്പം തിന്നുകൊണ്ടിരുന്നാൽ പത വരും. അങ്ങനെയല്ലേ? ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. രണ്ടും തരത്തിലും വരും. അതെ, 2 തരത്തിലും വരും. ഒന്ന് എന്തിനെങ്ങനെയാ, എന്നാലും പത ഒരു പിടുത്തം കിട്ടുന്നില്ല. പത ഉണ്ട് കൊണ്ടിട്ടാ പത വരും. അത് ശരിക്കും തിന്നാൻ അറിയുന്ന ആൾക്കാർക്ക് പതച്ച് വരും. അതെ കണ്ടാ, പതച്ച് വരും എന്ന് പറഞ്ഞ കൊണ്ടേട്ടാ. മൈനയ്ക്കും അറിയാം, മൈനയും പറഞ്ഞു എന്നോട്. അത് ശരിക്കും തിന്നണം. നെയ്യപ്പം കടിച്ച് ശരിക്കും തിന്നുമ്പോൾ പത വരും. ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടേ. അന്ന് മൈന വിട്ടാന്ന വീഡിയോയിലുണ്ട്. മൈനക്ക് ഞാൻ വിട്ടുതരാം ഒരു വീഡിയോ. ആശപ്പ ചേച്ചി ഞാൻ വിട്ടുതരാം. ഉണ്ട്, എന്തെങ്കിലുണ്ട് തോന്നുന്നു. മൈന നോക്ക്, വാട്സപ്പ് നോക്കി. ഇതല്ലേ സംഭവം നോക്കട്ടാ. ഇതാണോ സംഭവം നോക്കണേ? ഞാൻ വിട്ടുതരാം. പക്ഷെ എൻ്റെ ഉണ്ട് തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ ഐസ്ക്രീം കൂട്ടി കഴിക്കണം. മൈന നോക്കാം. മൈന ഒരു മിനിറ്റ്. ഇതാണ് സംഭവം നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ല. നോക്കാം. മൈനയുടെ വാട്സപ്പ് നോക്ക്. കാണണം. എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, എന്നാലും ഞാൻ നോക്കട്ടെ. ഏതെങ്കിലും വീഡിയോസ് ഒന്നും ഇല്ല. കിട്ടി നോക്കി. ഇതാണോ നോക്കിക്കേ? ഇങ്ങനെയാണ് സംഭവം നോക്കിക്കേ. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. അങ്ങനെയാണോ? ആ വീഡിയോയിലുള്ളതാണോ? നീ എനിക്ക് അന്ന് വിട്ടാന്നില്ലേ? ആശം ചേച്ചി വാട്സപ്പ് നോക്കിയേ. മൈന വിട്ടാന്ന് വീഡിയോ വിട്ടുതരാം. നോക്ക്. മൈന എനിക്കൊരു വീഡിയോ വിട്ടാന്നിട്ടുണ്ട്. അതാണ്, ഇങ്ങനെയാണ് അത്ര വരുന്നത്. ഞാൻ കാണിച്ചു തരാം. മൈന ശരിക്കും വിട്ടു ആ വീഡിയോ. നോക്ക് ആശപ്പ ചേച്ചി. വാട്സപ്പ് നോക്ക്. ഇപ്പൊ മൈന വിട്ട വീഡിയോ ഞാൻ വിട്ടുതരാം. കണ്ടോ? വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്. മൈന അങ്ങനെയാണല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. അങ്ങനെ ഒരു പദ വരുന്നത് എനിക്കറിയില്ല. ഇതാണ് മൈനയും ജുമാനും ഉദ്ദേശിച്ച പദ അല്ലേ? ഓക്കെ, ഇതെനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണാം. എന്നാലും മൈന നീ എന്തൊരു കഷ്ടം. എവിടെ നിന്ന് കിട്ടും ഈ വീഡിയോസൊക്കെ മൈനിക്ക്? ജമോ, എനിക്കും എൻ്റെ കയ്യിൽ പോലും ഇല്ല മോളെ ഇത്ര നല്ല വീഡിയോ. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുകൊടുത്തു വെക്കാം. ആശുപത്രി കണ്ടോ? വീഡിയോയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്, വെറുതെ അല്ല. അതേല്ലേ, നല്ല വീഡിയോ. ഹോളു അങ്ങനെ വേണം പതയ്ക്കാൻ. സൂപ്പർ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കണ്ടിട്ട് ഞാൻ കിടന്നുണ്ട്. മൈന വിട്ടാന്നേലും താങ്ക് യു. ഇന്ന് ഏത് വീഡിയോ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. പൊളിക്കും. എൻ്റെ വാട്സപ്പിൽ ആരും വരല്ല കേട്ടോ വീഡിയോ വെച്ചോണ്ട്. ഹോളിന് കൊടുക്കൂ. പത നിൽക്കുന്നില്ല. അത് കുറേ നേരം നിന്നു. മൈന നല്ല വീഡിയോ. ഇത് എവിടുന്ന് കിട്ടി? ജുമാ വിട്ടാന്താ? പൊളിക്കും. വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എന്നിട്ട് അറിയാഞ്ഞിട്ട് ഞാൻ വിരിച്ചാണ്ട് പോലും ചോദിച്ചു. ആശപ്പ ചേച്ചിക്കും അത് ഇഷ്ടമല്ല, എനിക്കും അത് ഇഷ്ടമല്ല പറയണത്. കാണണ്ട. നല്ല വീഡിയോയാ, കുഴപ്പമില്ല. കുറച്ച് കൂടുതലേറുണ്ട്. പക്ഷെ അത് കാണാൻ നമുക്ക് തല പെരുകൂടൂ. അതുകൊണ്ട് ഞാൻ കാണണില്ല. ഞാൻ ലൈവ് ഓഫാക്കി കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടേ ഉറങ്ങും.